ഇലക്ഷൻ്റെതായ തന്ത്രങ്ങളുണ്ട്. അത് നമ്മളും ആവിഷ്കരിച്ചേ പറ്റൂ. PR വർക്കേ ശരിക്കും വേണം. ഓൺലൈൻ മീഡിയയിലൂടെ കത്തിക്കയറണം. എന്ത് PR വർക്കായാലും മറ്റുള്ളവരെ അപമാനിച്ചുള്ള ഒരു ഏർപ്പാടും പറ്റില്ല. അതെ അതെ, നമ്മുടെ പ്രസ്ഥാനത്തിനൊരു കൾച്ചറുണ്ട്, ഒരു അന്തസ്സുണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് വിട്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട. യെസ്, 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് നാണം കെട്ട പണിയും അവർ കാണിക്കും. അതവര് കാണിച്ചോട്ടെ, നമുക്ക് അത്തരം പരിപാടിയേ വേണ്ട. അല്ല, രാജവൃത്തിക്ക് എവിടെ പോയി ഓർമ്മ സാറേ? അവര് രാജുവിന്റെ വീട് പോയിരിക്കുക. ഇപ്പൊ വരും. ഇത്തരം പരിപാടികൾക്കെല്ലാം അവരുടെ സാന്നിധ്യം കൂടെ വേണം. മോളൊരു ജീനിയസ് ആണ്, പിന്നെ നല്ല രാഷ്ട്രീയ ഭാവിയുള്ള കുട്ടിയാ. ഋതിക്ക് എന്തായാലും പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ പാർട്ടിയുടെ ഭാവി പ്രതീക്ഷയാണ് ഋതുമോൾ. ഈ പ്രസ്ഥാനം ആ കുട്ടിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അവള് രാഷ്ട്രീയത്തിലേക്ക് വരണോ വേണ്ടെന്നുള്ളത് അവള് തീരുമാനിക്കട്ടെ. നമ്മൾ എല്ലാരും കൂടി നിർബന്ധിച്ച് ആ കുട്ടിയെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം. PR വർക്കുകൾ നടത്താനേ എല്ലാ പ്രധാന കമ്മിറ്റികളിലും ശക്തമായൊരു ഗ്യാങ്ങിനെ വെക്കണം. അതിന്റെ സംസ്ഥാന നേതാവായി നമുക്ക് ദീപകിനെ പോസ്റ്റ് ചെയ്യാം. അത് ഞാൻ എന്തെങ്കിലും പറയാം. ചേച്ചി, ഞാൻ പറയുന്നത് കൊണ്ട് ചേച്ചിക്ക് വിഷമം തോന്നരുത്. പറയാതിരിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാ. ചേച്ചി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാ. പക്ഷേ പാർട്ടിക്കാർക്ക് അങ്ങനെയല്ല. ചേച്ചിയുടെ ശുദ്ധ മനസ്സാണ്. പാർട്ടി മര്യാദകൾ അറിയാത്തതുകൊണ്ട് ചേച്ചി അനവസരത്തിൽ കയറി അഭിപ്രായം പറയും. അത് അരോചകമായി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അതിന് നിക്ക്, ഞാൻ പറയുന്ന ചേച്ചി ഒന്ന് കേക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ കേസിൽ കുറ്റം ഞാൻ ഏറ്റെങ്കിലും അഴിമതി നടത്തിയത് ചേച്ചിയാണെന്ന് നാട്ടുകാർക്കും അതിനേക്കാളേറെ പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ട് ചേച്ചി ഇപ്പൊ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ച ആ ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. അഴിമതിക്കാരി എന്നുള്ളൊരു ഇമേജാ ഇപ്പൊ ചേച്ചിക്കുള്ളത്. അതുകൊണ്ട് ചേച്ചിയുടെ ഈ ഇമേജൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ ചേച്ചി ഈ പാർട്ടി പരിപാടിയിൽ നിന്ന് കുറച്ച് അകലം പാലിക്കണം. പല പ്രതിസന്ധികളിലും കൂടെയാ ഈ പ്രസ്ഥാനം ഇപ്പൊ കടന്നു പോകുന്നത്. ഒന്ന് കരകയറട്ടെ. അതുവരെ പ്ലീസ് ചേച്ചി ഒന്ന് മാറി നിൽക്കണം. ഇതൊരു മകൻ പറയുന്ന വാക്കായി ചേച്ചി കരുതണം. എന്താടാ? ഒന്നുമില്ല. പിന്നെന്താ ഒരു അളിഞ്ഞ ചിരി? അങ്ങനൊരു ചിരിയുണ്ടോ? ഞാൻ ചിരിച്ചതേ ചേച്ചിയുടെ ഈ വിളറിയ മുഖം കണ്ടോണ്ട്, പച്ചമഞ്ഞൾ കടിച്ചതുപോലെ. എന്താടാ കളിയാക്ക? ഞാൻ കളിയാക്കിയെന്നു? വിളിക്കാത്തടത്ത് ഉണ്ണാൻ ചെല്ലുമ്പോ ആദ്യം ഓർക്കണം നാണം കെടുവെന്ന്. നിന്നെ ഞാൻ പാമേ അങ്ങനെ എന്തും പറയട്ടെ. കിട്ടിയ നാണക്കേടുമായിട്ട് തൽക്കാലം ഇവിടുന്ന് മാറാം. വാ വാ. നിഷ്പക്ഷമതികളായ ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെയുണ്ട്. അവരാണ് അതാത് കാലത്തെ ഗവൺമെന്റിനെ തീരുമാനിക്കുന്നത്. വാ മക്കളെ, ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. വീട്ടിൽ പോയിരുന്നു അല്ലേ? അതെ. ഒരു ദിവസം ഇവിടെയാണെങ്കിൽ ഒരു ദിവസം അവിടെ. അങ്ങനെ ആയിരിക്കുമല്ലോ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനൊന്നുമില്ല. വാ ഇരിക്കും. കുഴപ്പമില്ല, ഞാൻ ഇരിക്കുന്നില്ല, രാജു ഇരിക്കും. ഞാനും ഇരിക്കുന്നില്ല. ഇത് ലീഡേഴ്സിന്റെ ഡിസ്കഷൻ അല്ലേ? ഞാൻ അണിയറയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അണികളിൽ ഒരാള് മാത്ര. അട്ടഹാസോ കേട്ടില്ലേ? കേട്ടു. എന്തായാലും നമ്മുടെ വിക്കറ്റ് തെറിച്ചു അല്ലേടാ? ഗ്രൗണ്ടിലെ കയറ്റിയില്ല. ഗ്രൗണ്ടിന് പുറത്തിരുന്ന് എങ്ങനെ വിക്കറ്റ് എറിഞ്ഞു? അങ്ങനെ അണിയറയിൽ നിന്നാൽ മാത്രം പോരാ, രണ്ടുപേരും അകത്തേക്ക് വരണം. ആദ്യം ഇരിക്കേ. വേണ്ട അങ്കിൾ. ഇരിക്കും മോളെ. ഇരിക്കരുതോ? ഇരിക്കെ. ഈ പ്രസ്ഥാനം
ഇപ്പൊ ഇങ്ങനെ ജീവൻ വെച്ചത് മോൾ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രം. ആ, നീ ഇരിക്കുമോളെ. ബഹുമാനമൊക്കെ ഓക്കെ, പക്ഷെ എപ്പോഴും അച്ഛന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണമെന്നില്ല. ഇനി നിന്നോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും അവൾ ഇരിക്കാത്തത്. അവളോട് ഇരിക്കാൻ പറടാ. ആ, അയ്യോ, എന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല. ഇതെന്താടാ, ഹാസ്യകലാ പരിപാടിയോ അതോ പാർട്ടി ഡിസ്കഷനോ? ഇത് തേങ്ങയെങ്കിലും ആവട്ടെ, നമ്മളെന്തിനാ അവന്മാരെ വായി നോക്കി ഇങ്ങനെ നിൽക്കുന്നത്? എടാ, കാര്യം എന്താണെന്ന് അറിയാലോ. വർമ്മ സാറേ, രാജുവിന്റെ അണിയറ ശില്പിയായ അണികളിൽ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഋതുമോൾ എന്താ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്? ഒരു വിളിപ്പാടകല്. ഒത്തിരി കാര്യങ്ങളിൽ ഋതുമോളുടെ അഡ്വൈസ് ആവശ്യമുണ്ട്. അതിൽ ഞങ്ങൾക്കാർക്കും ഒരു ഈഗോയും ഇല്ല. പെരുന്തച്ചൻ കോംപ്ലക്സ് ഉള്ളവരൊന്നും അല്ലേ ഞങ്ങള്. അതെ, ആരുടെ ബുദ്ധിയും സർഗശേഷിയും നമ്മൾ സംഭാവനയും സ്വീകരിക്കും. ടിക്കറ്റ് ഇല്ലാതെ കയറിയ കാണികളെ പോലെ നമ്മളെന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഹ, നിക്കടാ. നമുക്കേ VIP പാസ് ഉണ്ടെന്ന് കരുതിയാ മതി. ആ, പള്ളിപ്പുറം നിയോജകമണ്ഡലം, അവിടെ നമ്മുടെ ആര് നിന്നാലും ജയിക്കും. അത് നമ്മുടെ ഷുവർ സീറ്റാ. അവിടെ നമുക്ക് ഋതുമോളെ ഒന്ന് നിർത്തി മത്സരിപ്പിച്ചാലോ?